Hey all, welcome to ISOB. Today we are going to discuss one of the important and representative work of the Western canon, romantic literature, and one among the Harvard classics, a verse drama written by Percy Bysshe Shelley, The Cenci, a tragedy in 5 acts. Before the class, if you're new to the channel or haven't yet subscribed it, please do subscribe and support me and hit the bell icon. Also enable the all button so that you'll receive regular notification whenever I upload a new video. So let's begin the class about the drama The Cenci, a tragedy in 5 acts written by Percy Bysshe Shelley. See my dears, as per the VHSE English examination syllabus, this topic comes under the module 4, non-detailed study from the romantic literature. Okay, now let's begin the class with the biographical details about the author, Percy Bysshe Shelley. He was an English writer and also he was considered as one of the major romantic poets. He was born on 4th August 1792 in Sussex, UK, England. So he is an English poet. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. He died on 8th July 1822 at the age of 29, Lecce, Italy. ഷെല്ലി ജനിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പോയറ്റ് എന്ന് അദ്ദേഹത്തിന് പറയുന്നത്. ബട്ട് ഹി ഡൈഡ് ഇൻ ഇറ്റലി, ലെറീച്ചിയിലാണ്. ലെറീച്ചിയാണ് കേട്ടോ. CI എന്ന് കാണുമ്പോൾ നിങ്ങൾ ലെറിസി എന്ന് വായിക്കരുത്. കാരണം ഇറ്റാലിയൻ പ്രൊനൗൺസിയേഷനിൽ, അതായത് ലാറ്റിനിൽ സി എന്ന് പറയുന്ന ലെറ്ററിനെ ച സൗണ്ടിലാണ് പ്രൊനൗൺസ് ചെയ്യുക. അതുകൊണ്ടാണ് ദ ചെഞ്ചി എന്ന് ഞാൻ പറഞ്ഞത്. ചിലരൊക്കെ അത് സെൻസി എന്ന് വായിക്കുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് റോങ്. ഇത് ഇറ്റാലിയൻ സ്റ്റോറിയാണ്. ദ ചെഞ്ചി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ കിങ്ങിൻ്റെ പേരാണ്. സോ സി എന്ന ലെറ്ററിനെ ച സൗണ്ടാണ് അവർ പ്രൊനൗൺസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ചെഞ്ചി ആൻഡ് ലെറിച്ചി. ഓക്കെ, അദ്ദേഹം മരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രായം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് 29. ജൂലൈ 8 മരണപ്പെടുന്നത്. ഓഗസ്റ്റ് 4 30th ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ മരിക്കുന്നത് 30ാമത്തെ വയസ്സിന് ഒരു മാസം മുമ്പാണ് മരണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഡേറ്റ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഹീ ഈസ് എൻ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ്. ലിറ്റററി മൂവ്മെൻറ്റ് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്ന ലിറ്റററി മൂവ്മെൻറ്റ് വി നോ റൊമാൻറ്റിസിസം ആണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്, ഹാരിയറ്റ് വെസ്റ്റ്ബ്രൂക്ക് ആൻഡ് മേരി ഷെല്ലി. ഹാരിയറ്റ് വെസ്റ്റ്ബ്രൂക്കിന് മരണശേഷമാണ് മേരി ഷെല്ലിയെ വിവാഹം ചെയ്യുന്നത്. ബട്ട് അതിന് മുമ്പേ തന്നെ അവർ ഒരു ലിവിങ് ടുഗെദർ ആയിരുന്നു. ഓക്കെ, മേരി ഷെല്ലി ഈസ് ദ പേഴ്സൺ ഹൂ റോട്ട് ഫ്രാങ്കൻസ്റ്റൈൻ. ഓക്കെ, ദെൻ ഷെല്ലി, ബൈറൺ ആൻഡ് കീറ്റ്സ്. ഇവർ 3 പേരും കണക്റ്റഡ് ആണ്. അതായത് ഇവരെല്ലാവരും യങ് ഏജിൽ മരണപ്പെട്ടുപോയവരാണ്. ഓക്കെ, കീറ്റ്സിന് 25 or 26 ഇയേഴ്സിലുമ്പോൾ മരണപ്പെടുന്നു. ഷെല്ലി മരിക്കുന്നത് 29th ഇയറിൽ. ബൈറൺ മരിക്കുമ്പോൾ 36. ഓക്കെ, വളരെ യങ് ആയിട്ടുള്ള ഏജിൽ മരണപ്പെടുന്നു. ഇവർ 3 പേരും ഒരേ കാലഘട്ടത്തിൽ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ എഴുതിയിരുന്ന റൈറ്റേഴ്സാണ്. മാത്രമല്ല ഇവർ 3 പേരും ഇംഗ്ലണ്ടിൽ ജനിക്കുന്നു, ബട്ട് മരണപ്പെടുന്നത് ഇറ്റലി അല്ലെങ്കിൽ റോമിൽ വെച്ചാണ്. ഓക്കെ, his father was Sir Timothy Shelley, mother Elizabeth Pilford, and they had 6 children. Shelley was the eldest child and he had 4 sisters and the one much younger brother. Okay, ഏറ്റവും ചെറിയത് ഒരു അനിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഹണ്ടിങ്, ഫിഷിംഗ്, റൈഡ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു താല്പര്യം. ഇതിനൊക്കെ എൻകറേജ് ചെയ്യുന്നത് ഈ 4 സിസ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അറ്റ് ദ ഏജ് ഓഫ് 6 he displayed an impressive memory and gift for language. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഷെല്ലിയെക്കുറിച്ച് ഓർക്കുന്നു. ലിറ്റററി സ്റ്റുഡൻസ് ഷെല്ലിയുടെ വർക്ക്സ് പഠിക്കുന്നു. സോ അത്രയേറെ ഒരു പ്രൊമിനൻറ്റ് റൈറ്ററായി മാറാനുള്ളത് കൊണ്ടായിരിക്കാം ചെറുപ്പത്തിലെ at the age of 6 he displayed impressive memory and gift for language. ഷെല്ലിയുടെ ഫാമിലി ഒരു ഹൈലി റെപ്യൂട്ടഡ് ഫാമിലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ അന്നത്തെ റൂളിംഗ് ഫാമിലി മെമ്പറായിരുന്നു, വിഗ് പാർലമെൻറ്റ് മെമ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻ 1802 he entered the House Academy of Bradford, Middlesex. So he started his education from House Academy at Bradford, Middlesex. അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള തോമസ് മെഡ്വിനും പഠിച്ചിരുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് ആ ഒരു സ്കൂളിംഗ് ഒന്നും ഷെല്ലി അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഹി വാസ് ബുള്ളീഡ് ആൻഡ് ഹി വാസ് അൺഹാപ്പി അറ്റ് ദ സ്കൂൾ. സം ടൈം ഹി റെസ്പോണ്ടഡ് വിത്ത് വയലൻറ്റ് റേജ്. ഓക്കെ, ചിലപ്പോൾ കളിയാക്കലുകൾക്കും ബുള്ളിങ്ങൊക്കെ കൊണ്ടാവാം തിരിച്ച് വല്ലാത്തൊരു കുസൃതിയുള്ള അല്ലെങ്കിൽ വളരെയധികം ശൗര്യമുള്ളൊരു ടൈപ്പ് ഓഫ് സ്വഭാവം കാണിച്ചിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഒരു ഹാലൂസിനേഷൻ, നൈറ്റ് മെയർസ്, സ്ലീപ്പ് വാക്കിംഗ് ഇങ്ങനെയുള്ള ചില ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ചെറിയ ചില ഇഷ്യൂസൊക്കെ കുട്ടിക്കാലത്തെ കാണിച്ചിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഡെവലപ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സയൻസ്,
റീഡിങ് ഓഫ് ടെയിൽസ് ഓഫ് മിസ്റ്ററി, റൊമാൻസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ. ഓക്കെ, അപ്പോൾ ഈ ഹോളിഡേയ്സിനൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ, അതായത് സ്റ്റേ ചെയ്തിട്ടാണ് അന്നത്തെ സ്കൂളിംഗ് ഒക്കെ, അപ്പോൾ വീട്ടിലേക്ക് ഹോളിഡേയ്സിന് വരുന്ന സമയത്ത് ഹി എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ഗൺ പൗഡർ, ആസിഡ്സ് ആൻഡ് ഇലക്ട്രിസിറ്റി. സോ സയൻസിനോടുള്ള ഒരു പ്രത്യേക താല്പര്യമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഗൺ പൗഡറും ആസിഡ്സും ഇലക്ട്രിസിറ്റിയും ഒക്കെ വെച്ചിട്ട് ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക. സോ ഇതൊക്കെ ഹോളിഡേയ്സിന് വീട്ടിൽ വരുന്ന സമയത്ത് ഈ 4 സിസ്റ്റേഴ്സിനും ഇതിൻ്റെ പുറകെ മാനേജ് ചെയ്യാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. ഹി വാസ് ലൈക്ക് എ മിസ്ചീവിയസ് ചൈൽഡ്. ഇൻ 1804 ഹി entered in Eton College. That was a period he later recalled as hatred. ഇഷ്ടമുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഷെല്ലിക്ക് ഓർക്കാനായിട്ട്. ബിക്കോസ് ഹീ സഫേർഡ് ബുള്ളിങ് ആൻഡ് ഫാഗിങ്. ബുള്ളിങ് മീൻസ് കുട്ടികളൊക്കെ കളിയാക്കുമായിരുന്നു. ഷെല്ലി ബൈറ്റ്സ്, മാഡ് ഷെല്ലി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. ആൻഡ് ഓൾസോ ഫാഗിങ് അന്നത്തെ ഇംഗ്ലണ്ടിലുള്ള സ്കൂൾസിൽ ഫോളോ ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് റാഗിങ് ആണ്. അതായത് സീനിയർ ബോയ്സ് പുതിയതായിട്ട് വരുന്ന ന്യൂലി അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളെ ഒരു സെർവൻറ്റിനെ പോലെ അല്ലെങ്കിൽ സ്ലേവ്സിനെ പോലെയൊക്കെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, ഷൂ തുളപ്പിക്കുക, അങ്ങനെയുള്ള റാഗിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷെല്ലിക്ക് പിന്നീട് ആ ഒരു സ്കൂൾ ലൈഫ് ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈറ്റൺ കോളേജിലെ ലൈഫ് ആലോചിക്കുന്ന സമയത്ത് ഹി ഫെൽറ്റ് വെരി ഹേറ്റ്രഡ്. ഫാഗിങ് എന്നുള്ള രീതിയിലൊക്കെ സീനിയർ ബോയ്സ് ഓരോന്ന് ചെയ്യാനൊക്കെ പറയുന്ന സമയത്ത് ഷെല്ലി യൂസ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ സച്ച് ഫാഗിങ്സ്. വല്ലാതെ നിർബന്ധിക്കുന്ന സമയത്ത് വയലൻ്റ് ആയിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മാഡ് ഷെല്ലി എന്നുള്ളൊരു നിക്നെയിമും വന്നു. സോ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ഷെല്ലിക്ക് ആ ഈറ്റൺ കോളേജിലുള്ള ലൈഫ് ഒരു ഹേറ്റ്രഡ് ഓർമ്മയാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു പാർട്ട് ടൈം ടീച്ചർ, ജെയിംസ് ലിൻഡ് എന്ന് പറയുന്നൊരു പാർട്ട് ടൈം ടീച്ചറിനെ ഫാദർ ഏൽപ്പിക്കുകയാണ് പഠിക്കാനായിട്ട്. സോ ഹി എൻകറേജ്ഡ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഒക്കൾട്ട് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹിം ടു ലിബറൽ ആൻഡ് റാഡിക്കൽ ഓതേഴ്സ്. സോ ജെയിംസ് ലിൻഡ് ടൂക്ക് ദി ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ഷെല്ലീസ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കും താല്പര്യത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തും അയാൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് കൊടുത്തും ഒക്കെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ലൊരു അധ്യാപകനായി മാറി. ആൻഡ് ഹി ഡെവലപ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ പ്ലേറ്റോ ആൻഡ് ഐഡിയലിസ്റ്റ് ഫിലോസഫി. പ്ലേറ്റോയെക്കുറിച്ചും ഐഡിയലിസ്റ്റ് ഫിലോസഫിയെക്കുറിച്ചൊക്കെ ഒരു താല്പര്യം പിന്നീട് ഉണ്ടാകുന്നു. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ സാസ്ട്രോസി എഴുതുന്നത്. സാസ്ട്രോസി. ഇൻ ദ മന്ത് ഒക്ടോബർ ഇൻ 1810 he enrolled for University College, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവുകയാണ്. ബട്ട് ഹി ഡിഡൻറ്റ് കംപ്ലീറ്റ് ഹിസ് ഗ്രാജുവേഷൻ ദെയർ. ഒരൊറ്റ വർഷമാണ് അവിടെ പഠിക്കുന്നത്. അതിനുശേഷം ഷെല്ലിയെ കോളേജിൽ നിന്ന് എക്സ്പെൽ ചെയ്യാണ്, ഔട്ടാക്കുന്നു. അതിന് കാരണം എത്തീസമാണ്. അതായത് ഹി വാസ് എഗെയിൻസ്റ്റ് ഗോഡ്. അന്ന് ക്രിസ്ത്യാനിറ്റി വളരെയധികം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് കിങ്ങിനേക്കാളേറെ പവറും സ്റ്റേറ്റസും ചേർച്ചിനും അതുപോലെ ചേർച്ചിൻ്റെ മിഷണറീസിനുമാണ്. സോ ആ സമയത്താണ് ഷെല്ലി എഗെയിൻസ്റ്റ് ഗോഡ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആൻറ്റി ക്രിസ്ത്യൻ വ്യൂസുമായിട്ട് ചെല്ലുന്നത്. സോ he was expelled from the college. ഇതിനിടയിലാണ് അദ്ദേഹം ഒറിജിനൽ പോയട്രി ബൈ വിക്ടർ ആൻഡ് കാസിയർ എന്ന് പറയുന്ന വർക്ക്, അത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എലിസബത്തുമായിട്ട് കമ്പൈൻ ചെയ്ത് എഴുതിയ വർക്കാണ്. ദെൻ വേഴ്സ് മെലോഡ്രാമ ദ വാണ്ടറിംഗ് ജ്യൂ എന്ന് പറയുന്നൊരു വർക്ക് എഴുതുന്നുണ്ട്. അതിനുശേഷം ദ ഗോതിക് നോവൽ സെയിൻറ്റ് എർവിൻ ഓർ ദ റോസിക്രൂഷ്യൻ എ റൊമാൻസ് 1811 ഇത് എഴുതുന്നത്. സോ ഇത്രയും വർക്ക്സൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുറച്ച് വർക്ക്സാണ്. ഇതിവിടെ പറയാൻ കാരണം ഇതിനൊക്കെ അദ്ദേഹം ഒരു സ്യൂഡോണിം എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്യൂഡോണിം പോലെ അദ്ദേഹം സ്വന്തം പേരല്ലാതെ മറ്റൊരു പേര് വെച്ചിട്ടാണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇനി ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഹി ഡിഡൻറ്റ് അറ്റൻഡ് മച്ച് ലെക്ചേഴ്സ്. ഓക്കെ, ക്ലാസ്സിലൊന്നും അങ്ങനെ പോയിരിക്കൊന്നുമില്ല. ഇൻസ്റ്റഡ് ഹി സ്പെൻഡ് ലോങ് അവേഴ്സ് റീഡിങ്. കുറേ നേരം വായിക്കും. ആൻഡ് ഓൾസോ കണ്ടക്ടിങ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഇൻ ഹിസ് ലബോറട്ടറി ദറ്റ് ഹി സെറ്റപ്പ് ഇൻ ഹിസ് ഓൺ റൂം. സ്വന്തം റൂമിൽ ലബോറട്ടറി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടെത്തുക, ഒരുപാട് നേരം വായിക്കുക. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫെലോ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള തോമസ് ജെഫേഴ്സൺ ഹോഗിനെ പരിചയപ്പെടുന്നത്. സോ ഹി ബിക്കെയിം ദ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഓഫ് ഷെല്ലി ആൻഡ് ഹി ഓൾസോ ബിക്കെയിം ദ ഇൻഫ്ലുവൻസർ. അതായത് ഈ പറയപ്പെടുന്ന സ്ട്രോങ് റാഡിക്കൽ ആൻഡ് ആൻറ്റി ക്രിസ്ത്യൻ വ്യൂസ് ഒക്കെ ഷെല്ലിക്ക് കൊണ്ടു കൊടുത്തത് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് ഹോഗാണ്. ഓക്കെ, അതിനുശേഷം അവർ ഒരുമിച്ച് ഒരുപാട് വർക്ക്സ് ഒക്കെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് ഡ്യൂറിങ് 1810 ആൻഡ് 1811 Shelley wrote posthumous fragments of Margaret Nicholson, The Necessity of Atheism, etc. എത്തീസം തലയ്ക്ക് പിടിച്ചൊരു സമയത്താണ് ഈ വർക്ക്സ് ഒക്കെ എഴുതുന്നത്. അതൊക്കെ വളരെയധികം ചർച്ചാവിഷയമായിട്ടുള്ളൊരു വർക്ക്സും ആയിരുന്നു അന്നത്തെ കാലത്ത്. On 5th March 1811 he was expelled from Oxford along with Hogg. അങ്ങനെ അവസാനം രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുകയാണ് അല്ലേ. In fact, we could say that Shelley was a rebellious as well as mischievous child. അല്ലേ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതശൈലി, പ്രത്യേക രീതിയിലുള്ള താല്പര്യം, ലിറ്ററേച്ചർ ആസ് വെൽ ആസ് സയൻസ്. സാധാരണ ഇത് രണ്ടും ഒരുമിച്ച് വരാറില്ല. ഒന്നെങ്കിൽ സയൻസിലുള്ളവർക്ക് ലിറ്ററേച്ചറിനോട് അത്ര അങ്ങോട്ട് അഭിരുചി വരാറില്ല, അല്ലെങ്കിൽ തിരിച്ചും. പക്ഷേ ഇത് രണ്ടിലും ഒരുപോലെ, അതും സ്വന്തമായിട്ട് റൂമിൽ ഒരു ലബോറട്ടറി ക്രിയേറ്റ് ചെയ്ത് അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. സോ ഒരു വിയേർഡ് ടൈപ്പ് ഓഫ് എക്സലൻസ് ആയിരുന്നു അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ. ഇൻ 1810 ഷെല്ലി മെറ്റ് ഹാരിയറ്റ് വെസ്റ്റ്ബ്രൂക്ക്. ഹാരിയറ്റ് വെസ്റ്റ്ബ്രൂക്ക് ഷെല്ലിയുടെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടായിരുന്നു. അവർ ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ സമയം മുതലേ അറിയാം
അവർ പഠിക്കുന്ന സമയത്തെ കാണാറുണ്ടായിരുന്നു. ഷെല്ലിയെ കോളേജിൽ നിന്ന് എക്സ്പെൽ ചെയ്തതിന് ശേഷം ഒക്കെ തന്നെ ഇവർ തമ്മിലുള്ളൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഷെല്ലിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പൊളിറ്റിക്സാണ്. റിലീജിയനും റൊമാൻസിനും ഈവൻ ഡയറ്റിന് പോലും ഭക്ഷണ രീതിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് തീരെ യോജിക്കാത്തതാണ്. സോ ഫാമിലി ഇഷ്യൂസ് വന്നു തുടങ്ങി, സൊസൈറ്റിയിൽ നിന്നുള്ള ഇഷ്യൂസ് വന്നു തുടങ്ങി. എഴുത്തിലും അദ്ദേഹം ഇങ്ങനെയുള്ള റെബല്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം വരാൻ തുടങ്ങി. സോ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിലൂടെയാണ് ഷെല്ലിയുടെ ലൈഫ് അപ്പോൾ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ വെസ്റ്റ്ബ്രൂക്കിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോഴും ആസ് ഹി വാസ് എ റെബല്യസ് ബോയ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒബ്ജക്ഷനാണ് വീട്ടിൽ നിന്നും കിട്ടുക. സോ 25th August 1811 he eloped with Harriet for Edinburgh and married her. ഓക്കെ, അപ്പോൾ ആ ഒരു വിവാഹം നടക്കുന്നത് അങ്ങനെയാണ്. ഒരു എലോപ്പ് എന്ന് പറയാം, ഒളിച്ചോടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ഇടയിൽ തന്നെ ഒരു പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് എലിസബത്ത് ഹിച്ച്നർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട്, ഒരു ലേഡിയുമായിട്ട് നടക്കുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും ഇലോപ്പ് ചെയ്ത് പോയതിന് ശേഷം ഇവരുടെ പാരൻസ് ഇവരെ ആ ഒരു അലവൻസിൽ നിന്നും കട്ട് ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ ഒരു മക്കളില്ല, നമ്മുടെ ഫാമിലിയിലെ ഒരു പ്രോപ്പർട്ടി ഇനി അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു തീരുമാനം വരികയാണ്. ആൻഡ് ദാറ്റ് ലെഡ് ടു എ ഹ്യൂജ് ഡെപ്റ്റ്. ആ ഒരു യാത്രയിലാണ് അദ്ദേഹം റോബർട്ട് സൗത്തിയെ വിസിറ്റ് ചെയ്യുന്നത്, വില്യം ഗോഡ്വിനെ വിസിറ്റ് ചെയ്യുന്നത്, ആൻഡ് ചാൾസ് ഹോവാർഡ്, ഫാദറിൻ്റെ, അതായത് ഷെല്ലിയുടെ ഫാദറിൻ്റെ പാട്രൺ ചാൾസ് ഹോവാർഡിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അദ്ദേഹമാണ് ഒരു മധ്യസ്ഥൊക്കെ നിന്ന് ഫാമിലിയിലുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഒന്ന് ഭേദമാക്കാൻ ശ്രമിച്ചത്. ഈ ഇലോപ്ഡ് ആയിട്ടുള്ള യാത്രക്കിടയിലാണ് പല രാജ്യങ്ങൾ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. 1812 അയർലൻഡിൽ ഹി പബ്ലിഷ് സം വർക്ക്സ്, ഓക്കെ, ആൻഡ് ഹി ഡെലിവേർഡ് എ സ്പീച്ച് കോൾഡ് ഫോർ കാത്തലിക് എമാൻസിപ്പേഷൻ. ഓക്കെ, കാത്തലിക് എമാൻസിപ്പേഷന് വേണ്ടിയിട്ട് സ്പീച്ച് നടത്തുന്നു. ദെൻ ടു വെയിൽസിലേക്ക് പോകുന്നു, അവിടെ സെറ്റിൽ ആവുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ക്വീൻ മാബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്ക് എഴുതുന്നത്, ക്വീൻ മാബ്. ഓക്കെ, ദെൻ എത്തീസം, ഫ്രീ ലവ്, റിപ്പബ്ലിക്കനിസം ആൻഡ് വെജിറ്റേറിയനിസം, ഇതൊക്കെയാണ് അദ്ദേഹം പ്രീച്ച് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന, പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഐഡിയോളജി. എത്തീസം മീൻസ് വി നോ അഗെയിൻസ്റ്റ് ഗോഡ്. ദെൻ ഫ്രീ ലവ് മീൻസ് സ്നേഹത്തിന് അതിരുകളില്ല, സ്നേഹത്തിന് കണ്ടീഷൻസ് ഇല്ല, ആര് വേണേലും നമുക്ക് പ്രണയിക്കാം. ഈവൻ വിവാഹം കഴിച്ചാലും അതൊരു ബോണ്ടേജ് അല്ല, അത് നമ്മുടെ സ്നേഹത്തിനോ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിനോ ഒരു അതിരല്ല. വി ക്യാൻ ഗോ ഫോർ അനദർ വൺ എന്ന് പറയുന്നൊരു രീതിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ലൈഫ് ഈ ഒരു 29 വയസ്സ് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരുപാട് സെക്ഷൽ അഫെയർസ് ഉണ്ട്, ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് തന്നെ ഇൻഫൻറ്റൈൽ മരണം സംഭവിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കനിസം, നെപ്പോളിയൻ വാറുകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അതിനെതിരായിട്ട്, അതായത് ഇങ്ങനെ വാറ് വേണ്ട, ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് മനുഷ്യത്വം മതി എന്നുള്ള രീതിയിൽ, ദൈവമില്ല, വാറ് വേണ്ട, പൊളിറ്റിക്സ് വേണ്ട, മനുഷ്യത്വം മതി, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി. ആൻഡ് ഓൾസോ വെജിറ്റേറിയനിസം, ഹി വാസ് എ വെജിറ്റേറിയൻ. ലൈഫിലൊരു പ്രത്യേക ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഹി ഡിസൈഡ്സ് ടു ബി എ വെജിറ്റേറിയൻ. ഓക്കെ, പിന്നീട് അങ്ങോട്ട് ഡയറ്റ് ഫുൾ വെജിറ്റേറിയൻ ആവുകയാണ്. ഓൾറൈറ്റ്, 1813 ഹി കെയിം ബാക്ക് ടു ഇംഗ്ലണ്ട്. ഇലോപ്പ് ചെയ്ത് കുറേ രാജ്യങ്ങൾ കറങ്ങിയതിന് ശേഷം ഹി കെയിം ബാക്ക് ടു ഇംഗ്ലണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഡോട്ടർ ഉണ്ടാകുന്നത്, എലിസ ഷെല്ലി. ഇൻ 1814 ജൂൺ ഹി സ്റ്റാർട്ടഡ് ടു വിസിറ്റ് ഹിസ് മെൻറ്റർ വില്യം ഗോഡ്വിൻ. വില്യം ഗോഡ്വിൻ്റെ വൈഫാണ് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്, നമുക്കറിയാം എഴുത്തുകാരി. അവരുടെ മകളാണ് മേരി. ഓക്കെ, മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഗോഡ്വിൻ. ഈ മേരിയുമായിട്ടാണ് പിന്നീട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. അതിനുശേഷം അവർ ഇലോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി ഷെല്ലി ഹാഡ് എ ഫാമിലി, ബട്ട് ഹി ഇലോപ്ഡ് വിത്ത് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഗോഡ്വിൻ. അതിനുശേഷമാണ് മേരി പേര് മാറ്റിയിട്ട് ഒഫീഷ്യലി മേരി ഷെല്ലി എന്ന് പേര് മാറ്റുന്നത്. ഓക്കെ, സോ ഈ സമയത്താണ് ഹാരിയറ്റ് ഗിവ്സ് ബർത്ത് ടു എ ബോയ് ചൈൽഡ്. പ്രഗ്നൻസീൻ്റെ സമയത്താണ് ശരിക്കും ഹാരിയറ്റിനെ ഉപേക്ഷിച്ച് മേരിയെ കൂട്ടിയിട്ട് എലോപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനുശേഷം മേരിക്ക് വല്ലാത്ത ഡിപ്രഷനും ഐസൊലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു മെൻ്റൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഷീ ഗീവ്സ് ബർത്ത് ടു എ ബേബി ഗേൾ. ആ കുട്ടി പ്രീമച്വർ ബർത്ത് ആയത് കാരണം മരണപ്പെട്ടു വന്നു. അതിനുശേഷം ഒരു ബോയ് ചൈൽഡ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയിൽ വിഷമിച്ച് ഹാരിയറ്റ് സൂയിസൈഡ് ചെയ്യുന്നു. ഹാരിയറ്റിൻ്റെ കുട്ടികളെ, അതായത് ബോയ് ചൈൽഡിനെ ഷെല്ലിയെ ഏൽപ്പിക്കണം, മകളെ തൻ്റെ സിസ്റ്ററിനെ ഏൽപ്പിക്കണം എന്ന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഹാരിയറ്റ് സൂയിസൈഡ് ചെയ്യുന്നു. ഹാരിയറ്റ് സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് മേരി ഷെല്ലിയെ ഒഫീഷ്യലി ഷെല്ലി വിവാഹം ചെയ്യുന്നത്. സോ ഈ സമയത്തൊക്കെ ഇവർ ഓരോ രാജ്യങ്ങൾ മാറി മാറി സന്ദർശിക്കുന്നുണ്ട്. അതിനിടയിൽ ലോർഡ് ബൈറനെ കണ്ടുമുട്ടുന്നുണ്ട്. ലോർഡ് ബൈറൻ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള ക്ലെയറുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു അലെഗ്ര എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോർഡ് ബൈറൻ്റെ മകളാണ് അലെഗ്ര, ലോർഡ് ബൈറൻ്റെ പാർട്ട്ണറാണ്
ക്ലെയർ. സോ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ചെറിയ രീതിയിലുള്ളൊരു ഹാലുസിനേഷനും മെൻ്റൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഷെല്ലി. അതിനുശേഷം ഹാരിയറ്റിൻ്റെ മരണം കൂടുതൽ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കി. സോ വൺസ് ഷെല്ലി വാസ് വിത്ത് ലോർഡ് ബൈറൺ, അവരൊരു പോയം റിസൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംവദിക്കുന്ന സമയത്ത് ഷെല്ലി സഫേർഡ് എ സിവിയർ പാനിക് അറ്റാക്ക് വിത്ത് ഹാലുസിനേഷൻ. അപ്പോൾ മേരി പറയുന്നുണ്ട് മേരിക്കും ഇതുപോലൊരു ഹാലുസിനേഷൻ തലേ ദിവസം രാത്രിയിലുണ്ടായിരുന്നു. രാത്രിയിലൊരു പ്രത്യേക സ്വപ്നം കണ്ട് വല്ലാത്ത രീതിയിൽ ഹാലുസിനേഷൻ, ഒരു നൈറ്റ് മെയർ പോലെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ട് അവർ എഴുതിയ നോവലാണ് ഫ്രാങ്കൻസ്റ്റൈൻ, അതായത് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ. സോ 1816 ഹാരിയറ്റ് ഡ്രോൺ ചെയ്ത് ഒരു സൂയിസൈഡിലൂടെ മരിക്കുന്നു. അതിനുശേഷം ഷെല്ലി മേരി ഗോഡ്വിനെ വിവാഹം ചെയ്യുന്നു. 1817 മാർച്ചിൽ ഹി മെറ്റ് തോമസ് ലവ് പീകോക്ക്. In the same year, Mary gives birth to a daughter, Clara Everina Shelley. Then 12th March 1818, ശ്രദ്ധിക്കണം, 1818 അവർ ഇറ്റലിയിലേക്ക് പോകുന്നത്, ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിലേക്ക്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഒരുപാട് വർക്ക്സ് എഴുതുന്നത്. 1818 മുതലുള്ള വർഷങ്ങളിൽ ഷെല്ലിയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കുറേ വർക്ക്സ് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റലിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ചെഞ്ചി എന്ന് പറയുന്ന പ്ലേയും എഴുതുന്നത്. സോ ദിസ് സോ കോൾഡ് ലോങ് ജേർണി ഫ്രം ഇംഗ്ലണ്ട് ടു ഇറ്റലി ദാറ്റ് അഫക്റ്റഡ് ബേബി ക്ലാര ആൻഡ് ദ ബേബി ഡൈഡ്, ഓക്കെ, ഫ്രം വെനീസ്. അത് മേരിയെ വല്ലാതെ ഒരു ഡിപ്രഷനിലേക്കാക്കി. ഇമോഷണൽ എൻസ്ട്രേഞ്ച്മെൻറ്റ് ഫ്രം ഷെല്ലിയുമായിട്ട് വല്ലാത്തൊരു അകൽച്ച വരുന്നു. വല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് മെൻ്റൽ ഇൽനെസ്സിലേക്ക് മേരി പോവുകയാണ്. ആ സമയത്താണ് അവിടെ വെച്ചിട്ട് ഷെല്ലി ഒരു ബേബിക്ക്, ഷെല്ലിയും വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാവുന്നു കേട്ടോ. കാരണം ഓൾറെഡി ഹി ലോസ്റ്റ് വൺ ബേബി. അതിനുശേഷം ഇതുപോലെ മരണം ഒരുപാട് മക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ചെറിയ കുട്ടിയാവുന്ന സമയം മുതൽക്ക് 3 വയസ്സുള്ള മകൻ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വല്ലാതെ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്ക് വരെ ഷെല്ലിയെ എത്തിക്കുന്നുണ്ട്. സോ ആ ഒരു അവസ്ഥ റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ അഡോപ്റ്റ് എ ബേബി ഗേൾ എലീന. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബാപ്റ്റിസം ഒക്കെ അവിടെ ഇറ്റലിയിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ബയോഗ്രഫേഴ്സൊക്കെ, ഷെല്ലിയുടെ ബയോഗ്രഫേഴ്സൊക്കെ പറയുന്നത് അത് ഷെല്ലിയുടെ തന്നെ ഏതോ ഒരു റിലേഷൻഷിപ്പിലുള്ള കുട്ടിയായിരിക്കാം. ഓക്കെ, അത് മേരിക്കൊരു സമാധാനമാവുന്ന രീതിയിൽ അവർക്ക് മരണപ്പെട്ടു പോയ മകൾക്ക് പകരം കൊടുക്കാം എന്ന രീതിയിൽ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. വി ഡോണ്ട് നോ, ഇറ്റ്സ് എ ക്രിറ്റിസിസം. ഓക്കെ, സോ ഫ്രം റോം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഷെല്ലി വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. സോ ആ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഹി വർക്ക്ഡ് ഓൺ ജൂലിയൻ ആൻഡ് മെഡാലോ, പ്രൊമത്യൂസ് അൺബൗണ്ട് ആൻഡ് ദ ചെഞ്ചി. ഈ 3 വർക്ക്സും അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് ദീസ് ടൈം ഹി മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഓൺ ദീസ് 3 മേജർ വർക്ക്സ്. അതിൽ ജൂലിയൻ ആൻഡ് മെഡാലോ വിച്ച് ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോം, ഓക്കെ, വിച്ച് എക്സ്പ്ലോർസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെല്ലി ആൻഡ് ബൈറൺ. ഓക്കെ, then Prometheus Unbound, as we all know, it's a long dramatic poem which is inspired by Aeschylus' retelling of the Prometheus myth, അല്ലേ. then അത് 1918 കംപ്ലീറ്റ് ചെയ്യുന്നതും അത് 1920 പബ്ലിഷ് ചെയ്യുന്നുണ്ട്. then comes the Cenci. It's a verse drama. അതിൽ റേപ്പ്, മർഡർ, ഇൻസെസ്റ്റ് ഇങ്ങനെയുള്ള തീംസാണ് വരുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി ആയിരുന്നു. അതായത് റോമിൽ ഉണ്ടായിരുന്ന ഒരു കൗണ്ട് ചെഞ്ചി എന്ന് പറയുന്ന ഒരു കിങ്, അദ്ദേഹത്തിൻ്റെ മകൾ ഡോട്ടറായിട്ടുള്ള ബിയാട്രിസ് എന്ന് പറയുന്ന ഈ 2 കഥാപാത്രങ്ങൾക്കിടയിലുള്ള ഒരു ട്രാജിക് സ്റ്റോറിയാണ്. അപ്പോൾ അതിനെ ബേസ്ഡ് ആയിട്ട് ഷെല്ലി എഴുതി തുടങ്ങിയതാണ്. ഈ വർക്ക്സ് മുഴുവനും ആ സമയത്താണ് റോമിൽ വെച്ചിട്ട് എഴുതുന്നു. ഈ സമയത്താണ് വീണ്ടും ലൈഫിൽ ട്രാജഡി വരുന്നത്. അദ്ദേഹത്തിൻ്റെ 3 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ വില്യം അവിടെ വെച്ച് മരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം മേരി ഒരു ബോയ് ചൈൽഡിന്, അതായത് പേഴ്സി ഫ്ലോറൻസ് ഷെല്ലി എന്ന് പറയുന്ന ഒരു മകന് ജന്മം നൽകുന്നുണ്ട്. അതേ സമയത്ത് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ബാപ്റ്റിസം ഒക്കെ നടത്തിയിട്ടുള്ള എലീന എന്ന മകൾ മരിക്കുന്നു. സോ ഓൾ ദീസ് കണ്ടിന്യൂസ് ഡെത്ത് ഈസ് ക്രിയേറ്റിംഗ് ട്രോമ ഫോർ ദീസ് 2 പീപ്പിൾ. ഷെല്ലിക്കും അതുപോലെ മേരി ഷെല്ലിക്കും 2 പേർക്കും ട്രോമയാണ്. അവർക്ക് ഓൾറെഡി മെൻ്റലി അവർ സ്റ്റേബിൾ അല്ല. So these 2 people were slowly recovering from all these traumas. And 1821 വീണ്ടും ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഡെത്ത് ന്യൂസ് വരികയാണ്. ദ ഡെത്ത് ഓഫ് ജോൺ കീറ്റ്സ്. ബൈറൺ, ഷെല്ലി, കീറ്റ്സ്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞു, ഇവർ 3 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഓൾമോസ്റ്റ് സെയിം ഏജാണ്. ഒരേ കാലഘട്ടത്തിൽ എഴുതുന്ന റൈറ്റേഴ്സാണ്. എല്ലാവരും ആ സമയത്ത് ഇറ്റലിയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ കീറ്റ്സിൻ്റെ മരണം വീണ്ടും ഷെല്ലിയെ വല്ലാത്തൊരു ട്രോമയിലേക്ക് കൊണ്ടുപോയി. ആ ഒരു വേദനയിലാണ് അദ്ദേഹം എഡോണൈസ് എന്ന് പറയുന്ന കവിത എഴുതുന്നത്. ഓക്കെ, ആസ് ഐ ടോൾഡ് യു, 29 വയസ്സുള്ള ഷെല്ലിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് റിലേഷൻഷിപ്സ്, ഒരുപാട് കുട്ടികൾ, ഒരുപാട് മരണം, ട്രാജഡി, ട്രോമ ഒക്കെ ഉണ്ട്. ബട്ട് അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടേണ്ട ചില പോയിന്റ്സ് മാത്രമാണ് ഞാൻ എടുത്ത് ഈ ഒരു സ്ലൈഡ്സിലൊക്കെ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പേഴ്സൺ ഹി മീറ്റ്സ് ഫ്രം ഇറ്റലി ഈസ് തെരേസ വിവിയാനി or Emilia. So Shelley wrote a poem in connection with Teresa Viviani, and the name of the poem is Epipsychidion. Okay, in March 1821 he completed a defense of poetry. Okay, ഇതൊക്കെ ലൈഫിൽ വരുന്ന മൈൽ സ്റ്റോൺസ് ആണ് കേട്ടോ. In 1st July 1822
he met Leigh Hunt and Byron in order to make arrangements for a new journal, The Liberal. Okay, so ഇതിനായിട്ട് ഇവർ യാത്ര തിരിച്ചത് ഷെല്ലിയുടെ തന്നെ ബോട്ടായിട്ടുള്ള ഡോൺ ഹുയാൻ ആണ്. ഡോൺ ഹുയാൻ അല്ലെങ്കിൽ ഡോൺ ജുവാൻ എന്ന് പറയും. ലിറ്റററി ജുവാൻ എന്ന് വായിക്കും, ബട്ട് സ്പാനിഷിൽ അത് ഹുയാൻ എന്ന് പറയും. ഓക്കെ, സോ ഇതൊരു ഓപ്പൺ ബോട്ടായിരുന്നു. അതിൽ 2 പേരാണ് യാത്ര ചെയ്തത്. ഒന്ന് ഷെല്ലി, അതുപോലെ എഡ്വാർഡ് വില്യംസ് ആൻഡ് ദ ബോട്ട് ബോയ്. ഇവർ 3 പേരും കൂടി ജൂലൈ 1 ലെയ് ഹണ്ടിനെയും ബൈറനെയും കാണാനായിട്ട് പോകുന്നത്. ദ ലിബറൽ എന്ന് പറയുന്ന ജേണലിനെ കുറിച്ച് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു സംസാരിക്കാനായിരുന്നു പോയത്. സോ 1 വീക്ക് ആഫ്റ്റർ 8 ജൂലൈയിൽ ഷെല്ലിയും എഡ്വാർഡ് വില്യംസും ആൻഡ് ദെയർ ബോട്ട് ബോയ് ഇവർ 3 പേരും തിരിച്ച് ലിവോണോയിൽ നിന്നും ലെറീച്ചിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്ത് അവർ ഒരു സ്റ്റോമിൽ പെടുകയാണ്. എന്നിട്ട് അവരുടെ ബോട്ട് സിങ്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ 2 കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ ദ വൺ തിങ് ഈസ് സിവിയർ സ്റ്റോം ആൻഡ് ദ അതർ തിങ് ഈസ് പുവർ സീമാൻഷിപ്പ്. അതായത് ആ ബോയ് അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നില്ല എന്ന് പറയുന്നു. എനി ഹൗ ദ ബോട്ട് സാങ് ആൻഡ് ദ 3 people died. ഓക്കെ, സോ ഡോൺ ഹുവാൻ എന്ന് പറയുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ ഡോൺ ജുവാൻ എന്ന് പറയുന്ന പേര് ലോർഡ് ബൈറൻ്റെ ഒരു സറ്റാരിക്കൽ പോം ഉണ്ട്, അതിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് എടുത്തതാണ് ഈ ബോട്ടിൻ്റെ പേര്. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് ചോദ്യം വന്നാലും എഴുതണം. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയണത്. സോ ലേറ്റർ ആഫ്റ്റർ ദി ആക്സിഡൻറ്റ് ഷെല്ലീസ് ബോഡി വാസ് ഫൗണ്ട് അറ്റ് ദ ഷോർ ഓഫ് വിയറിജോ 10 days ലേറ്റർ. വിയറിജോ ഇറ്റാലിയിലെ ഒരു സീ ഷോറാണ്. ഓക്കെ, അവിടെ 10 ദിവസത്തിന് ശേഷമാണ്. ആ സമയമാകുമ്പോഴത്തേക്കൊക്കെ ബോഡി ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡീകമ്പോസ്ഡ് ആയിരുന്നു. ഹിയർ വി ഹാവ് ടു നോട്ട് വൺ പോയിന്റ്. ബോഡി കിട്ടിയ സമയത്ത് ഇൻസൈഡ് ദ പോക്കറ്റ് ഓഫ് ഹിസ് ജാക്കറ്റ് ദർ വാസ് കീറ്റ്സ് ലാമിയ. ലാമിയ എന്ന കീറ്റ്സിൻ്റെ ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഷെല്ലി, ദ റൈറ്റർ ഓഫ് സം ഇൻഫിഡൽ പോയിട്രി, ഹാസ് ബീൻ ഡ്രൗൺഡ്. നൗ ഹി നോസ് വെദർ ദർ ഈസ് ഗോഡ് ഓർ നോ. ദ ടോറി ലണ്ടൻ ന്യൂസ് പേപ്പർ, ദ കൊറിയർ. ടോറി ലണ്ടൻ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ദ കൊറിയർ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അതിൽ അവസാനത്തെ വരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നൗ ഹി നോസ് വെദർ ദർ ഈസ് ഗോഡ് ഓർ നോ. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണും ദൈവമുണ്ടോ ഇല്ലയോ, അല്ലേ? അപ്പോൾ ആ ഒരു എത്തീസ്റ്റിനെതിരെയുള്ള ഒരു ലൈൻസ് പോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നൗ ഓൺ ഹിസ് ഗ്രേവ്, അദ്ദേഹത്തിനെ ബറി ചെയ്ത സമയത്ത് ഗ്രേവിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. കോഡിയം, ഹാർട്ട് ഓഫ് ഹാർട്ട്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കോഡിയം. ദെൻ എ ഫ്യൂ ലൈൻസ് ഓഫ് ഏരിയൽസ് സോങ് ഫ്രം ഷേക്സ്പിയേഴ്സ് ദ ടെമ്പസ്റ്റ്. ഷേക്സ്പിയറിൻ്റെ ദ ടെമ്പസ്റ്റിലെ ഏരിയൽസിൻ്റെ സോങ്. നത്തിങ് ഓഫ് ഹിം ദാറ്റ് ഡോത്ത് ഫെയ്ഡ് ബട്ട് ഡോത്ത് സഫർ എ സീ ചേഞ്ച് ഇൻ ടു സംതിങ് റിച്ച് ആൻഡ് സ്ട്രേഞ്ച്. ഇത് എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിലെ ഏരിയൽസിൻ്റെ സോങ്, അതിൻ്റെ 3 ലൈൻസ് അല്ലെങ്കിൽ ഒരു ഫ്യൂ ലൈൻസ്. ദെൻ കോഡിയം. നൗ ലെറ്റ്സ് റീഡ് സം ഓഫ് ദ മേജർ വർക്ക്സ് ഓഫ് P.B. Shelley. See, we have a long list, but നമ്മൾ സൈറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചില വർക്ക്സ് ആണ് കേട്ടോ. The first one is Queen Mab, that is published in 1813. Queen Mab is actually a fairy that is mentioned in William Shakespeare's Romeo and Juliet. Okay, but Shelley's Queen Mab is something different. He talks about virtue and oppression, and he critiques the monarchy, commerce, and the religion to envision a utopian future. Okay, especially the social reform movements of Shelley's time. Next one is Alastor, or the Spirit of Solitude. It was written in 1815 and published in 1816. This is about illustrating how solitude can be both a source of creativity and also torment. Okay, so it's a conflict between individual aspirations and external realities. Then next one is Hymn to Intellectual Beauty in 1817, or to the West Wind in 1819. Then the Cenci in the year 1819, then Adonis 1821, To a Skylark 1820, then Prometheus Unbound 1820. See, the Cenci and Prometheus Unbound is drama. Okay, then Zastrozzi, that is a fiction 1810, The Necessity of Atheism with T.G. Hawkes 1811, A Vindication of Natural Diet 1813, On Frankenstein 1818, published in 1832. See, these 3, The Necessity of Atheism and the next 2, these are essays. Then Waldstein, or the Mysterious Bandit, this is a chapbook. The Banquet of Plato, that is a translation. Then Proserpine 1820 and Midas 1820. These 2 are the works written in collaboration with Mary Shelley, his wife. Next, we have some names of Shelley which he used while publishing his works. It may be considered as a pseudonym, but it cannot be completely taken as pseudonym. Okay, so some of the pseudonyms are P.B. This was the name he chose for the first novel Zastrozzi. Then Victor. Victor is the another name in the poem Original Poetry by Victor and Kazire. Then A Gentleman of the University of Oxford. Next name is Glyraestes.
Gleirastes is used in the work Ozymandias. Next was The Hermit of Marlow. The Hermit of Marlow. This was the name he published in the Revolt of Islam. The Revolt of Islam. So P.B. Victor, a gentleman of the University of Oxford. Gleirastes, The Hermit of Marlow. 5 പേരുകളുണ്ട്. P.B. Shelley എന്നല്ലാതെ അദ്ദേഹം പെൻ നെയിം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സം ഓഫ് ദി ഓൾട്ടർനേറ്റീവ് നെയിംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിറ്റിസിസം, critical appreciation Shelley received. Okay, a beautiful and ineffectual angel. This was told by Arnold on Shelley. A beautiful and ineffectual angel. Then deficiencies in style, repellent ideas, and immaturity of intellect and sensibility. This was told by 20th century critics on his poetry. ഷെല്ലിയുടെ പോയട്രിയെക്കുറിച്ച് 20th century ക്രിറ്റിക്സ് പറഞ്ഞതാണ്. ഈ 20th century ക്രിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയറ്റ്, അലൻ ടേറ്റ്, ഓഡൻ, ലേവിസ് എക്സെട്ര. ഓക്കെ, a superb craftsman, a lyric poet without rival, and surely one of the most advanced skeptical intellects ever to write a poem. This was told by American literary critic Harold Bloom. Next one, Shelley belongs to the great tradition of Western writers that includes Dante, Shakespeare, and Milton. This was a critical appreciation given by Donald H. Raymond. Donald H. Raymond. So, my dears, we have almost completed the biographical details about the author. We have discussed about the main events that had ever happened in his personal life, and also his critical appreciations, major works, and literary styles, etc. Next, we shall discuss about the work Cenci. The Cenci is a tragedy in 5 acts. Okay, see the pronunciation, it is Cenci, not Cenci. C sound is often pronounced in Latin as ch. Okay, ഇറ്റലിയിൽ സീന് ch എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് Cenci എന്നാണ് പറയേണ്ടത്. It is published in 1820. It is a verse drama in 5 acts. Okay, ഇത് verse ഡ്രാമയാണ്, like a poetic form. Okay, and it is written in the summer of 1819. 1819 എഴുതുന്നത്, തൊട്ടടുത്ത വർഷം 20 പബ്ലിഷ് ചെയ്യുന്നു. It was inspired by a real Roman family, the house of Cenci, Beatrice Cenci. Okay, Shelley composed this play in Rome and at Villa Valsovano near Livorno from May to 5th August 1819, and it is published by Charles and James Ollier in London in 1819. Please note it, ചാൾസ് ആൻഡ് ജെയിംസ് ഒലിയർ ആണ് പബ്ലിഷേഴ്സ്. ലണ്ടനിലാണ് ഇവർ പബ്ലിഷ് ചെയ്തത് 1819. ഇത് ലിവോണോയിൽ ഇറ്റലിയിൽ ഇത് പബ്ലിഷ് ചെയ്തത് ഷെല്ലി തന്നെയാണ്. ജസ്റ്റ് 250 കോപ്പീസാണ് ഷെല്ലി ഇറ്റലിയിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലണ്ടനിൽ ഇംഗ്ലണ്ടിൽ ഇത് പബ്ലിഷ് ചെയ്യണം, കാരണം ഹി ബിലോങ്സ് ടു ഇംഗ്ലണ്ട്, റൈറ്റ്. ദെൻ ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ വരുന്നത് 1821. സി ഇറ്റ്സ് പ്രിഫേസ് വാസ് റിട്ടൺ ബൈ ഷെല്ലി. ഇതിൻ്റെ പ്രിഫേസ് എഴുതിയത് ഷെല്ലിയാണ്. ഇൻട്രൊഡക്ടറി നോട്ട് വാസ് റിട്ടൺ ബൈ മേരി ഷെല്ലി. Preface by Shelley, introductory note by Mary Shelley, and this play, The Cenci, was dedicated to his mentor Leigh Hunt. My dearest friend എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ മെയിൻ തീംസ് വരുന്നത് ഇൻസെസ്റ്റ് ആൻഡ് പാരിസൈഡ് ആണ്. ഇൻസെസ്റ്റ് മീൻസ് ഹാവിങ് സെക്സ് ഓർ സെക്ഷൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്, വിച്ച് മീൻസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ. Brother and sisters, then father and daughter, mother and son. Okay, and this is considered as immoral in society. Okay, then parasite, which is the another main theme. Parasite means killing of one's own parent, either mother or father. Okay, so sub-themes are also there. Some of the sub-themes are morality and religion, tyranny and authority, modernism and the theatre of cruelty, abuse, revenge, murder, etc. Then comes the subtitle of the play or drama, The Cenci, a tragedy in 5 acts. How many acts? 5 acts. It's a tragedy and it is in 5 acts. So, subtitle is A Tragedy in 5 Acts. See, this play was not considered stageable in its day due to its theme of incest and parasite. This play was not considered stageable in its day due to the themes of incest and parasite. ഇത്തരം വൾഗർ ആയിട്ടുള്ള ഇൻസെസ്റ്റ്, റേപ്പ്, മർഡർ, പാരസൈഡ് പോലുള്ള വൾഗർ ആൻഡ് ഇമ്മോറൽ തീംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ സ്റ്റേജ് ചെയ്യാൻ പറ്റില്ല, സൊസൈറ്റിയുടെ മുന്നിൽ പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇതിനെ റിജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഫസ്റ്റ് സ്റ്റേജ്ഡ് ആസ് എ പ്രൈവറ്റ് പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രൈവറ്റ് പെർഫോമൻസ് ആയിട്ടാണ് സ്റ്റേജ് ചെയ്തത് ബൈ ദ ഷെല്ലി സൊസൈറ്റി ഇൻ ലണ്ടൻ.
ഓക്കെ, ലണ്ടനിൽ ഷെല്ലി സൊസൈറ്റിയാണ് ഇത് പെർഫോം ചെയ്തത് ഓൺ May 7th, 1886. സെയിം ഐഡിയാസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് 67 years, 67 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും പെർഫോമൻസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ടു ഓൺ May 7th, 1886 അറ്റ് ദ ഗ്രാൻഡ് തിയേറ്റർ ഇൻ ഐലിംഗ്ടൺ. എവിടെയാണെന്നും കൂടെ ഓർത്ത് വയ്ക്കണം, അറ്റ് ദ ഗ്രാൻഡ് തിയേറ്റർ ഇൻ ഐലിംഗ്ടൺ. അതൊരു പ്രൈവറ്റ് പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റായിട്ട് ചെയ്തത്. ഷെല്ലി സൊസൈറ്റി ഇൻ ലണ്ടൻ ആയിരുന്നു പെർഫോം ചെയ്തത് 7th May 1886 അറ്റ് ദ ഗ്രാൻഡ് തിയേറ്റർ ഇൻ ഐലിംഗ്ടൺ. ഓക്കെ, പിന്നീട് ഇത് പല രാജ്യങ്ങളിലും പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും ഒക്കെ പെർഫോം ചെയ്യപ്പെട്ടു. റഷ്യ, ഫ്രാൻസ്, ദെൻ ജർമ്മനി, അമേരിക്ക, ചെക്കോസ്ലോവാക്കിയ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് പെർഫോം ചെയ്യപ്പെട്ടു. ബട്ട് അതിനുശേഷം സീരീസ് ആയിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ദിസ് പ്ലേ ഹാസ് ആൻ ഇൻട്രൊഡക്ടറി നോട്ട്, then a preface, then a dedication page, then Act 1 to 5. So the introductory note that was written by Mary Shelley, in which she talks about the circumstances to write the work. ഓക്കെ, ഷെല്ലിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മെയിൻ ഇവൻറ്റ്സ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ മേരിയുമായിട്ട് ഇലോപ്പ് ചെയ്യുന്നു. അതിനുശേഷം മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഗോഡ്വിൻ എന്ന പേര് മാറ്റി മേരി ഷെല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലേ? അപ്പോൾ അവർ പോകുന്ന സമയത്ത് മേരി ഷെല്ലി, അതുപോലെ ലോർഡ് ബൈറൺ, അവരുടെ ഒരു ഗ്യാങ് അവിടെയുണ്ട്. ഇവരെല്ലാവരും ഇറ്റലിയിലുള്ള കാലഘട്ടത്തിൽ അവർ തീരുമാനിക്കുന്നു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഹൊററായിട്ടുള്ള കുറച്ച് തീമിൽ വരുന്ന കഥകൾ എഴുതാം. അങ്ങനെ വന്നിട്ടുള്ള ചില വർക്ക്സാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ, ദെൻ ലോർഡ് ബൈറൻ്റെ പ്രിസൺ ഓഫ് ഷിലോൺ, ഷെല്ലിയുടെ ദ ചെഞ്ചി. ഇതൊക്കെയും ഒരു ഹൊറർ ടൈപ്പ് ഓഫ് വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയും എഴുതാനുണ്ടാവുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇൻട്രൊഡക്ടറി നോട്ടിൽ ഇവർ എഴുതുന്നത്. ഇൻട്രൊഡക്ടറി നോട്ടിൽ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് ഉണ്ട്, അത് മാത്രം ഒന്ന് സൈറ്റ് ചെയ്ത് പറയാം. അക്കോർഡിംഗ് ടു മേരി ഷെല്ലി, ഷെല്ലി റോട്ട് ദ ചെഞ്ചി അറ്റ് ദ ഏജ് ഓഫ് 26. 26 വയസ്സിലാണ് ചെഞ്ചി എഴുതുന്നത് എന്ന് ഇൻട്രൊഡക്ടറി നോട്ടിൽ പറയുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഷെല്ലി, ഹി ബിലീവ്ഡ് ദാറ്റ് വൺ ഓഫ് ദ ഫസ്റ്റ് റിക്വസൈറ്റ്സ് വാസ് ദ കപ്പാസിറ്റി ഓഫ് ഫോമിങ് ആൻഡ് ഫോളോയിങ് എ സ്റ്റോറി ഓർ പ്ലോട്ട്. ഒരു റൈറ്റർക്ക് അത്യാവശ്യമായി വേണ്ട കപ്പാസിറ്റി അല്ലെങ്കിൽ റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത് ഫോമിങ് ആൻഡ് ഫോളോയിങ് എ സ്റ്റോറി അല്ലെങ്കിൽ ഒരു പ്ലോട്ടാണ്. മേരി ഷെല്ലി സെയ്സ്, initially the subject he suggested for a tragedy was about Charles First. ഓക്കെ, ആദ്യം ചാൾസ് ഫസ്റ്റിനെ കുറിച്ച് എഴുതാനായിരുന്നു വിചാരിച്ചത്, പിന്നീടാണ് ചെഞ്ചി എന്നുള്ള ഒരു മറ്റു തീമിലേക്ക് എത്തുന്നത്. ദ സെക്കൻഡ് വോളിയം ഓഫ് ഗോഡ്വിൻസ് സെയിൻറ്റ് ലിയോൺ, ഈ ഒരു വർക്കിനെ കുറിച്ച് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സെക്കൻഡ് വോളിയം ഓഫ് ഗോഡ്വിൻസ് സെയിൻറ്റ് ലിയോൺ. ദെൻ വെൻ ഇൻ റോം in 1819 a friend put into our hands the old manuscript account of the story of the Cenci. ഇറ്റലിയിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സുഹൃത്താണ് ഒരു ഓൾഡ് മാനുസ്ക്രിപ്റ്റ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ആ മാനുസ്ക്രിപ്റ്റിലുള്ള കഥയായിരുന്നു ദ ചെഞ്ചി. അപ്പോൾ അതിന് ശേഷമാണ് ചാൾസ് ഫസ്റ്റിൽ നിന്നും ചെഞ്ചിയിലേക്ക് സ്റ്റോറി മാറാനുള്ള കാരണം. After that, they visited the Colonna and Doria palaces where the portraits of Beatrice were kept. ബിയാട്രിസിനെ കുറിച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോർട്രേറ്റ്സ് ഒക്കെ കാണാനായിട്ട് അവർ കൊളോണ ആൻഡ് ഡോറിയ പാലസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഷീ മെൻഷൻസ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ദിയർ എൽഡസ്റ്റ് ചൈൽഡ് വില്യം ഷെല്ലി. ഓക്കെ, അപ്പോൾ ആരുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. ദെൻ സ്മോൾ ഹൗസ് വില വാൽസോവാനോ, ഇത് എവിടെ വെച്ചിട്ടാണ്, വേർ വാസ് ദ പ്ലേ കമ്പോസ്ഡ് എന്നൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ദ അപ്പർ സ്റ്റോറി ഓഫ് എ റെൻറ്റഡ് ഹൗസ് ഇൻ ഇറ്റലി ലിവ്ഡ് വിത്ത് ഹിസ് വൈഫ്. അതായത് ഷെല്ലി തൻ്റെ ഭാര്യ മേരി ഷെല്ലിയുമായിട്ട് ഇറ്റലിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു സ്മോൾ ഹൗസ് വില വാൽസോവാനോ, ഓക്കെ, അവിടെ ഒരു അപ്പർ സ്റ്റോറിയാണ്, ചെറിയൊരു സ്മോൾ റെൻറ്റഡ് ഹൗസാണ്. അതിൻ്റെ മേലത്തെ നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. അവിടെ കർഷകർ പാട്ടുപാടി അവർ കൃഷി ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ ഒരു വ്യൂ കണ്ടുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹം ഇത് എഴുതാറുള്ളത്. ഓക്കെ, ഇൻട്രൊഡക്ടറി നോട്ടിൽ മേരി ഷെല്ലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലേഡിയുടെ പേരാണ് ലേഡി മരിയ ഗിസ്ബോൺ. ഓക്കെ, ദെൻ ഷെല്ലി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ചില വിഷസ് ഒരു ലെറ്റർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് അയക്കുന്നുണ്ട്. ഹു വാസ് ദാറ്റ് ഫ്രണ്ട്? ഹി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് തോമസ് ലവ് പീകോക്ക്. ജൂലൈ 1819 അത് എഴുതുന്നത്. അദ്ദേഹം ഉള്ളത്, ഈ ഫ്രണ്ട് ഉള്ളത് ലണ്ടനിലാണ്. സോ ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ലണ്ടൻ. ഷെല്ലി ഹാഡ് സം എക്സ്പെക്ടേഷൻസ് ഓർ വിഷസ് അബൌട്ട് ദിസ് ചെഞ്ചി. അപ്പോൾ അതിനെക്കുറിച്ചാണ് അതിൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ആ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ചെഞ്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. എനിക്കിങ്ങനെ ഒരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. ഐ ഹാവ് ക്രിയേറ്റഡ് എ വെരി ബ്യൂട്ടിഫുൾ ട്രാജഡി. ദ ചെഞ്ചി ഈസ് certainly not inferior to any of the modern plays that have been acted with the exception of Coleridge's Remorse. അതായത് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റേതൊരു മോഡേൺ പ്ലേസിനെ വെച്ച് നോക്കുകയാണെങ്കിലും ദ ചെഞ്ചി ഈസ് നോട്ട് ഇൻഫീരിയർ ടു എനി വൺ എക്സെപ്റ്റ്
കോളറിറ്റ്സ് റിമോഴ്സ്. അതായത് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ദ ഓൺലി റൊമാൻറ്റിക് പ്ലേ ഓഫ് ദ റൊമാൻറ്റിക് പീരീഡ് വിച്ച് ഷെല്ലി കൺസിഡേർഡ് സുപ്പീരിയർ ടു ഹിസ് പ്ലേ വാസ് റിമോഴ്സ് ബൈ കോളറിറ്റ്. ഇനി ദ ചെഞ്ചിയെക്കുറിച്ച് തോമസ് ലവ് പീകോക്കിനോട് അദ്ദേഹം പറഞ്ഞ ചില ആഗ്രഹങ്ങൾ, അതിലൊന്നാണ് ദ പ്രിൻസിപ്പൽ ക്യാരക്ടർ ബിയാട്രിസ് ഷുഡ് ബി ഇനാക്റ്റഡ് ബൈ മിസ് ഓനീൽ. ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു ആക്ട്രസ് ആയിരുന്നു മിസ് ഓനീൽ. അപ്പോൾ ബിയാട്രിസ് എന്ന ഈ ഒരു പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ക്യാരക്ടർ ചെയ്യേണ്ടത് മിസ് ഓണീലായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹം പറയുന്നു. അടുത്തത് ഇറ്റ് ഈസ് ഫിറ്റഡ് ഓൺലി ഫോർ കോവൻറ്റ് ഗാർഡൻ, അതായത് കോവൻറ്റ് ഗാർഡനിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം, ഇത് പെർഫോം ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നു. കോവൻറ്റ് ഗാർഡൻ ഓർക്കണം കേട്ടോ. ദ ചീഫ് മെയിൽ ക്യാരക്ടർ അത് കീൻ ഷുഡ് പ്ലേ. കീൻ എന്ന് പറയുന്നത് അന്നത്തെ ഒരു നല്ല ആക്ടർ ആയിരുന്നു. സോ ഷെല്ലി വാണ്ടഡ് ഹിസ് ക്യാരക്ടർ ടു ബി പ്ലേഡ് ബൈ. സോ ദീസ് ത്രീ വർ ദ കൺസേൺ ഷെല്ലി റോട്ട് ടു തോമസ് ലവ് പീകോക്ക്. അതിനുശേഷം ഹീ സെൻറ്റ് ദ പ്ലേ ടു മിസ് ഹാരിസ്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ദ സബ്ജക്റ്റ് ഈസ് സോ ഒബ്ജെക്ഷണബിൾ, അതായത് ഇതിൻ്റെ തീം ഈസ് ഇൻസെസ്റ്റ് ആൻഡ് പാരസൈറ്റ്. അത് സൊസൈറ്റിയിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് സ്റ്റേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു അഭിപ്രായം തിരിച്ചു വന്നത്. സോ ദ ചെഞ്ചി ആസ് ദ ബെസ്റ്റ് ട്രാജഡി ഓഫ് മോഡേൺ ടൈംസ് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റേജിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ വർക്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രാജഡി ഓഫ് മോഡേൺ ടൈംസ് എന്ന് അറിയപ്പെട്ടു. ദെൻ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലെ ഒരു ഡയലോഗ്, ഹാംലെറ്റ് സെയ്സ് വേർഡ്സ്, ഈ ഒരു ഡയലോഗ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാംലെറ്റ് സെയ്സ് വേർഡ്സ്. ദെൻ ദ ഫിഫ്ത്ത് ആക്ട് ഈസ് എ മാസ്റ്റർ പീസ്. അക്കോർഡിംഗ് ടു മേരി ഷെല്ലി ഫിഫ്ത്ത് ആക്റ്റാണ് ഒരു മാസ്റ്റർ പീസായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ ഫൈനസ്റ്റ് തിങ് ഹി എവർ റോട്ട് എന്ന് മേരി ഷെല്ലി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ആ ഇൻട്രൊഡക്ടറി നോട്ട് അവസാനിക്കുന്നത് ബിയാട്രിസിൻ്റെ 2 ഡയലോഗ്സ് മെൻഷൻ ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ഈസ് ദ പ്രിഫേസ് എഴുതിയിട്ടുള്ളത് PB ഷെല്ലി തന്നെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ചെഞ്ചി എന്ന് പറയുന്ന പ്ലേയുടെ ത്രെഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് എ മാനുസ്ക്രിപ്റ്റ് ഓഫ് ചെഞ്ചി ഡ്യൂറിങ് ട്രാവൽ ഇൻ ഇറ്റലിയിലൂടെ ഇവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് അവരുടെ കയ്യിൽ കൊടുത്ത ഒരു മാനുസ്ക്രിപ്റ്റിലൂടെയാണ് ദ ചെഞ്ചി എന്ന് പറയുന്ന സ്റ്റോറി ലൈൻ കിട്ടിയതെന്ന് പറയുന്നു. പിന്നെ ചെഞ്ചി പാലസ് അറ്റ് റോം, ചെഞ്ചിയുടെ പാലസ് റോമിലുള്ള ഒരു ഒറിജിനൽ പ്ലേസ് ആണ്, ഒറിജിനൽ സ്റ്റോറിയാണ്, അതിനെക്കുറിച്ച് പറയുന്നു. ദെൻ ദ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ ഹൊറർ, എന്താണ് അവിടെ സംഭവിച്ചത്, ആ ഒരു സ്റ്റോറി ലൈൻ, അതായത് ഒറിജിനൽ സ്റ്റോറിയിൽ എന്ത് സംഭവിച്ചു എന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നു. ദെൻ ദ നോബ്ലസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് ഫാമിലി ഓഫ് ദാറ്റ് സിറ്റി. ശരിക്കും ചെഞ്ചി എന്ന് പറയുന്നത് ആ ഒരു സിറ്റിയിലെ ഏറ്റവും നോബ്ലസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് ഫാമിലി ആയിരുന്നു. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദ പോണ്ടിഫിക്കേറ്റ് ഓഫ് ക്ലെമൻറ്റ് VIII. പോണ്ടിഫിക്കേറ്റ് മീൻസ് എന്താണ്, ചേർച്ചിൻ്റെ അധികാരം എന്ന് പറയില്ല, അതാണ് പോണ്ടിഫിക്കേറ്റ്, PO ആണ് കേട്ടോ. പോണ്ടിഫിക്കേറ്റ് ഓഫ് ക്ലെമൻറ്റ് VIII ആണ് അന്നത്തെ ചേർച്ചിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം പ്രിഫേസിൽ ഷെല്ലി പറയുന്നത് കിങ് ലിയറിനെ കുറിച്ചും ദെൻ ടെയിൽ ഓഫ് ഈഡിപ്പസിനെ കുറിച്ചും പറയുന്നുണ്ട്. കിങ് ലിയർ ആൻഡ് ടെയിൽ ഓഫ് ഈഡിപ്പസ്, ഈ 2 വർക്കുമാണ് ഡീപ്പസ്റ്റ് ആൻഡ് സബ്ലിമസ്റ്റ് ട്രാജിക് കമ്പോസിഷൻ അക്കോർഡിംഗ് ടു ഷെല്ലി. ഓക്കെ, പ്രിഫേസിൽ അദ്ദേഹം പറയുന്ന 2 വർക്കാണ് കിങ് ലിയർ ആൻഡ് ടെയിൽ ഓഫ് ഈഡിപ്പസ്. സോ ഈ 2 വർക്കുമാണ് ഡീപ്പസ്റ്റ് ആൻഡ് സബ്ലിമസ്റ്റ് ട്രാജിക് കമ്പോസിഷൻ അക്കോർഡിംഗ് ടു ഷെല്ലി, റൈറ്റ്? Shelley also mentions 2 tragedians in his preface. They are Shakespeare and Sophocles. അത് ഓർക്കണം, Shakespeare and Sophocles. Then he says about the Cenci that has happened in the 16th century and the Cenci built a chapel in the court. അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ തന്നെ ഒരു ചാപ്പൽ ബിൽഡ് ചെയ്തിരുന്നു. അത് ഡെഡിക്കേറ്റ് ചെയ്തത് സെയിൻറ്റ് തോമസ് ദ അപ്പോസ്റ്റലിന് വേണ്ടിയിട്ടാണ്. സെയിൻറ്റ് തോമസ് ദ അപ്പോസ്റ്റൽ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ചാപ്പൽ ചെഞ്ചി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പോർട്രേറ്റ് ഓഫ് ബിയാട്രിസിൻ്റെ പോർട്രേറ്റ് ഒക്കെ ഇവർ രണ്ടുപേരും വിസിറ്റ് ചെയ്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. ദാറ്റ് പോർട്രേറ്റ് വാസ് ബൈ ഗൈഡോ റെനി. ആരാണ്? ഗൈഡോ റെനി who made that portrait. Then after that Shelley gives a physical description or the beauty of ബിയാട്രിസിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, നെറ്റി, മുടി, കയ്യ്, കണ്ണ്, മുഖം, എല്ലാത്തിനെ കുറിച്ചുള്ള ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നു. അവളുടെ ഭംഗിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. Then he says about the location of ചെഞ്ചി പാലസ്. ചെഞ്ചിയുടെ പാലസ് എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷനെ കുറിച്ചും ആ ഒരു പ്രകൃതി ഭംഗി അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. Then about the dedication to lay hand ESQ എന്ന് കാണാം. അതിൽ സ്റ്റാർട്ടിങ് തന്നെ മൈ ഡിയർ ഫ്രണ്ട് ഐ ഇൻസ്ക്രൈബ് വിത്ത് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഹി ടോക്സ് അബൌട്ട് ദ ചെഞ്ചി ആൻഡ് ഓൾസോ ഹി എക്സ്പ്രസ്സസ് ദ ഡെഡിക്കേഷൻ ത്രൂ വേർഡ്സ് ഫ്രേസിംഗ് ഹൺസ് patient and inconcilable enmity with domestic and political tyranny and imposture എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ കോ റൈറ്ററിനെ കുറിച്ചുള്ള ചില ക്വാളിറ്റീസ് അദ്ദേഹം ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ കൺക്ലൂഷനിലായിട്ട് അതിൻ്റെ ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും. റോം, May 29, 1819 എന്ന് ഡേറ്റ് കാണാൻ പറ്റും. ഓക്കെ, now let's have an introduction about the characters. The major characters are, the first one,
കൗണ്ട് ഫ്രാൻസിസ്കോ ചെഞ്ചി. കൗണ്ട് ഫ്രാൻസിസ്കോ ചെഞ്ചി. ചെഞ്ചിയുടെ ഫുൾ നെയിമാണ് ഫ്രാൻസിസ്കോ ചെഞ്ചി. ഹീസ് എ കൗണ്ട്, ഓക്കെ, റൂളറാണ്. സോ ദ ഹെഡ് ഓഫ് ദ ചെഞ്ചി ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി. ദെൻ സെക്കൻഡ് ക്യാരക്ടർ ഇസ് ബിയാട്രിസ്. ബിയാട്രിസ് ചെഞ്ചി എന്നാണ് ഫുൾ നെയിം. ബിയാട്രിസ് ചെഞ്ചി ഈസ് ദ ഡോട്ടർ ഓഫ് ഫ്രാൻസിസ്കോ ചെഞ്ചി. ഓക്കെ, സ്വന്തം മകളാണ്. ദെൻ ലുക്രീഷ്യ. ലുക്രീഷ്യ ഈസ് ദ വൈഫ് ഓഫ് ഫ്രാൻസിസ്കോ ചെഞ്ചി. ഫ്രാൻസിസ്കോ ചെഞ്ചിയുടെ വൈഫാണ് ആൻഡ് ദ സ്റ്റെപ്പ് മദർ ഓഫ് ഹിസ് ചിൽഡ്രൻ. അതായത് ഫ്രാൻസിസ്കോ ചെഞ്ചിക്ക് വേറെ മക്കളുണ്ട്, ഗിയാക്കോമോ, ബെർണാഡോ. താഴെ കാണുന്ന 4 ക്യാരക്ടേഴ്സ്. ഗിയാക്കോമോ ദ സൺ ഓഫ് ഫ്രാൻസിസ്കോ ചെഞ്ചി, ബെർണാഡോ സൺ ഓഫ് ഫ്രാൻസിസ്കോ ചെഞ്ചി. ഈ 3 മക്കളുടെയും സ്റ്റെപ്പ് മദറാണ് ലുക്രീഷ്യ. ബട്ട് അപ്പാർട്ട് ഫ്രം സ്റ്റെപ്പ് മദർ, ഒരിക്കലും സ്റ്റെപ്പ് മദറിന് കാണേണ്ട ക്വാളിറ്റി അല്ല, നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു നെഗറ്റീവ് ക്വാളിറ്റി അല്ല ഈ ഒരു ലുക്രീഷ്യ എന്ന് പറയുന്ന അമ്മയ്ക്ക്. ഷീ ഈസ് എ റിയൽ മദർ. ഓക്കെ, ഷീ ആക്ട്സ് എസ് എ റിയൽ മദർ. നല്ലൊരു അമ്മയാണ്. ആക്ച്വലി ഫ്രാൻസിസ്കോ ചെഞ്ചി ഈസ് മിസ്യൂസിങ് ഹിസ് ഡോട്ടർ. ഓക്കെ, ആ ഒരു മിസ്യൂസിൽ നിന്നും രക്ഷിക്കുന്നതും പരമാവധി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഈ ലുക്രീഷ്യയാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ 4th and 5th ക്യാരക്ടർ, ഗിയാക്കോമോ ആൻഡ് ബെർണാഡോ. ദീസ് 2 പീപ്പിൾ ആർ ദ സൺസ് ഓഫ് ഫ്രാൻസിസ്കോ ചെഞ്ചി ആൻഡ് ബിയാട്രിസിൻ്റെ ബ്രദേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് കാർഡിനൽ കമീലോ. ഹീസ് എ ഫിഗർ നെക്സ്റ്റ് ടു പോപ്പ്. ഓക്കെ, കുറച്ച് അധികാരമുള്ള ആളാണ്, ബട്ട് ഹീസ് എ വെരി ഷ്രൂഡ് ആൻഡ് പ്രാഗ്മാറ്റിക് ബിഹേവിയർ ഒക്കെ ഉള്ള ഒരാളാണ്. ഓക്കെ, അതായത് കുറച്ച് നെഗറ്റീവ് സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. നെക്സ്റ്റ് ഈസ് ഓർസിനോ, എ പ്രീലേറ്റ്. ഓർസിനോ ലവ്സ് ബിയാട്രിസ്. ആ തുടക്കത്തിലൊക്കെ അവർക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു, ബട്ട് ബിയാട്രിസ് എൻ്റെ ഫാമിലിയോടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി കാരണം വേണ്ട, ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറുന്നു. അതുപോലെ ഓർസിനോ ഈസ് ലൈക്ക് എ പ്രീസ്റ്റ്, സോ ഹാവിങ് എ ലവ് റിലേഷൻഷിപ്പ് ഈസ് അഗെയിൻസ്റ്റ് ഹിസ് പ്രീസ്റ്റ്ഹുഡ്. സോ തുടക്കത്തിലുള്ള ആ ഒരു ബിയാട്രിസിനോടുള്ള സ്നേഹം പിന്നീട് ഇല്ലാതായി മാറുകയും അവളോട് ദേഷ്യം തോന്നുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചെഞ്ചിയെ വധിക്കാനായിട്ടുള്ള എല്ലാ സഹായവും അല്ലെങ്കിൽ മർഡറേഴ്സിനൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഓർസിനോ ആണ്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ സാവെല്ല, ദ പോപ്സ് ലെഗറ്റ്. അത് ഒരു മൈനർ ക്യാരക്ടറാണ്. ആൻഡ്രിയ, എ സെർവൻറ്റ് ടു ഫ്രാൻസിസ്കോ ചെഞ്ചി. ചെഞ്ചിയുടെ ഒരു സെർവൻ്റാണ് ആൻഡ്രിയ. ദെൻ മോർസിനോ, ആൻ അസാസിൻ. ദെൻ ഒളിമ്പിയോ, ആൻ അസാസിൻ. ഈ 2 അസാസിൻസ് ആണ് ചെഞ്ചിയെ വധിക്കാനായിട്ട് വരുന്ന 2 അസാസിൻസ്. ഓക്കെ, നൗ അബൌട്ട് ദ സെറ്റിംഗ് ഓഫ് ദ പ്ലേ. ദ സീൻ ലൈസ് പ്രിൻസിപ്പലി ഇൻ റോം. റോമിലാണ് ഏകദേശം പ്രധാനപ്പെട്ട സീൻസ് ഒക്കെ നടക്കുന്നത്. ബട്ട് ചേഞ്ചസ് ഡ്യൂറിങ് ദ 4th ആക്ട്. 4ാമത്തെ ആക്റ്റിലാണ് സീൻ ചേഞ്ച് ആവുന്നത്. അത് സീൻ എവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പെട്രെല്ല. ഓക്കെ, എ കാസ്റ്റൽ എമംഗ് ദ അപ്യൂലിയൻ അപ്പനീൻസ്. ഓക്കെ, അതിൻ്റെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ പോണ്ടിഫിക്കേറ്റ് ഓഫ് ക്ലെമൻറ്റ് 8. ക്ലെമൻറ്റ് 8ൻ്റെ പോണ്ടിഫിക്കേഷൻ, അതായത് ഭരണാധികാരത്തിൽ വരുന്ന ചേർച്ചിൻ്റെ ഭരണാധികാരത്തിൽ ആ സമയത്ത് ക്ലെമൻറ്റ് 8 ആണ് അധികാരത്തിലുള്ളത്. ആ സമയത്താണ് ഇത് നടക്കുന്നത്. ഓക്കെ, നൗ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലേ. 5 ആക്ട്സ് ആണ്. ഫസ്റ്റ് ആക്റ്റിൽ 3 സീൻസ് ഉണ്ട്, സെക്കൻഡ് ആക്റ്റിൽ 2 സീൻസ്, തേർഡ് ആക്റ്റിൽ 2 സീൻസ്, ഫോർത്ത് ആക്റ്റിൽ 4 സീൻസ് ആൻഡ് ഫിഫ്ത്ത് ആക്റ്റിൽ 4 സീൻസ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറിലാണ് നടക്കുന്നത്. ഇനി ഇതിൻ്റെ ആക്ട് വൈസ് സമ്മറി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓൾറെഡി വീഡിയോ ഇപ്പോൾ ലെങ്തി ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബാക്കി സ്റ്റോറി ലൈൻസ് ആക്ട് വൈസ് എല്ലാ സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓൾറൈറ്റ് മൈ ഡിയേഴ്സ്, ഹൗ വാസ് ടുഡേയ്സ് ക്ലാസ്? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉപകാരമായോ? എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നോട്ട്സ് ആൻഡ് PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്ഥാപനമായ ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. സെപ്റ്റംബർ 1 മുതൽ HSST ഇംഗ്ലീഷ് കോച്ചിങ് നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. മന്ത്ലി പേയ്മെൻറ്റ് മോഡാണ്. മന്ത്ലി 1000 റുപ്പീസ് ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് ആദ്യമേ അടച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. വളരെ സീരിയസ് ആയി സിസ്റ്റമാറ്റിക് ആയി HSST ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൈക്കിനോടൊപ്പം ചേരാം. ഇഫ് യു വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോഴ്സ്, പ്ലീസ് ഡു കോൺടാക്ട് ദ ഗിവൺ നമ്പർ ഇൻ ദ ബ്രോഷർ. HSST ഇംഗ്ലീഷിന് വേണ്ടിയുള്ള മറ്റ് ക്ലാസ്സുകളും ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് അത് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. So my dears, I'll be back with the second part of the Cenci by P.B. Shelley in the next video. Till then, bye-bye.